ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് നമ്മുടെ പാവങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശുമരണം സ്വീകരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് സ്പർശനത്തിൻ്റെ സന്ദേശം. പരിശുദ്ധനായ മർക്കോസ് എവൻഗേലിസ്തയുടെ സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യം. യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു. ഈ വേദഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് സ്പർശനത്തിൻ്റെ സന്ദേശമാണ്. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഹസ്തദാനം നടത്തി അഭിവാദനം അർപ്പിക്കുന്ന രീതി ഇന്ന് സാധാരണമായിട്ടുണ്ട്. ഹസ്തലേശം കൊണ്ട് അതിഥികളെ ആദരിച്ച് സ്വീകരിക്കുന്നതും ചില സംസ്കാരത്തിൻ്റെ മാതൃകയായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയെല്ലാം സ്പർശനത്തോടുകൂടി സ്നേഹാദരവുകൾ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വാക്കുകളിൽ കൂടി ആശയ സംവേദനം നടത്തുന്നതിനേക്കാൾ ശക്തിയോടും വ്യക്തമായും സ്പർശനം കൊണ്ട്, സ്നേഹം കൊണ്ട് സന്മനസ് വെളിവാക്കുവാൻ കഴിയുമെന്നത് ആണ് പരമാർത്ഥം. മക്കൾ വൈകുന്നേരം സ്കൂളിൽ നിന്നും തിരിച്ചു വരുമ്പോൾ അച്ഛനോ അമ്മയോ സഹോദരങ്ങളിൽ ആരെങ്കിലുമോ അവരെ കെട്ടിപ്പിടിച്ച് ഓമനിച്ച് സന്തോഷത്തോടുകൂടി അകത്തേക്ക് കൊണ്ടുപോകുന്നത് കുഞ്ഞുങ്ങൾക്ക് എന്തോ ഒരു സന്തോഷമായിരിക്കും. പ്രിയപ്പെട്ട സുഹൃത്തിനോട് വല്ലതും പറയാൻ തുടങ്ങുമ്പോൾ ചുമലിൽ കൈവച്ചുകൊണ്ട്, കരത്തിൽ പിടിച്ചുകൊണ്ട് അയാളോട് വല്ലതും പറയാൻ ശ്രമിച്ചാൽ അതൊരു പ്രത്യേക സുഖം തോന്നാറില്ലേ? ഒരുമിച്ച് നടക്കുമ്പോൾ കൈകോർത്ത് പിടിച്ച് നടക്കുന്നതും അടുത്ത് വരുന്നതും സന്തോഷം നൽകും. സ്പർശനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഇവയെല്ലാം വെളിപ്പെടുന്നതാണ് എന്ന് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാകും. വിദ്യാലയങ്ങളിൽ അധ്യാപകരും സ്പർശനം പ്രായോഗികമാക്കി ഉപയോഗപ്പെടുത്തുന്നതും ഗുരുശിഷ്യ ബന്ധം ബലപ്പെടുത്തുന്നതിന് സഹായമായി തീരും. ഭയം കൊണ്ടോ പഠിപ്പിലുള്ള ഉത്സാഹക്കുറവ് കൊണ്ടോ മടി കാണിക്കുന്ന കുട്ടികളെ തൻ്റെ അരികത്ത് വിളിച്ച് കൈകൊണ്ടണച്ച് പുസ്തകത്തിലെ വരികളിൽ നോക്കി വായിക്കാൻ അവരെ ഉത്സാഹിപ്പിക്കുന്ന അധ്യാപകരെ കണ്ടിട്ടുണ്ട്. രക്ഷയും സ്നേഹവും സമ്മേളിച്ച ആ അന്തരീക്ഷത്തിൽ വായിക്കുന്നതിലും പഠിക്കുന്നതിനും കുട്ടികൾക്ക് ജാഗ്രത ഉണ്ടാകാതിരിക്കയില്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങൾ കൂടി സ്പർശനം കൊണ്ട് സുഖം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു. മേടുള്ള പശുവിനെ തലോടുമ്പോൾ അത് പാൽ ചുരത്തുന്നു. നായും പൂച്ചയും തലോടൽ ഏൽക്കുമ്പോൾ അത് ആസ്വദിച്ച് നമ്മോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതായും നമുക്ക് ഏവർക്കും അറിയാം. ഓർമ്മയുടെ കാലം മുതൽ മനുഷ്യരിൽ കാണുന്ന ഒരു സ്വഭാവമാണ് സ്പർശന സുഖം അനുഭവിക്കാനുള്ള ആഗ്രഹം. ചിലർക്കത് നൽകുവാനുള്ള ശക്തി ആശ്ചര്യകരമാം ഉണ്ടാകും. രോഗിയായി കിടക്കുമ്പോൾ പരിശോധിക്കുന്ന ഡോക്ടറും പരിചരിക്കുന്ന മറ്റുള്ളവരും സ്നേഹപൂർവ്വം സംസാരിക്കുന്നതും സ്പർശിക്കുന്നതും ഏറെ ആശ്വാസവും സുഖവും നൽകുന്നതാണ്. അസ്പൃശ്യത പുലർത്തി അകന്നു നിന്ന് സംസാരിച്ചാൽ നമുക്ക് അത് തൃപ്തികരമായിരിക്കില്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. സ്നേഹം ഉള്ളിൽ വെച്ചുകൊണ്ട് കൊണ്ടിരുന്നാൽ മാത്രം പോരാ, പുറത്ത് കാണിക്കുക തന്നെ വേണം. അത് വാക്കുകൊണ്ടും ഭാവം കൊണ്ടും സ്പർശനം കൊണ്ടും സാധിക്കാം. സ്പർശനം കൊണ്ട് പ്രകടമാക്കുമ്പോൾ അത് കൂടുതൽ കൃത്യമാകും. വല്ല കാരണത്താലും അച്ഛനോ അമ്മയോ കുട്ടികളെ ശിക്ഷിക്കേണ്ടി വന്നാൽ കുറെ കഴിഞ്ഞ ശേഷം അവരെ അരികിൽ വിളിച്ച് തലയും കവിളും തലോടി അവരോട് നല്ല വാക്ക് പറയുമ്പോൾ അവർക്ക് എത്ര സുഖവും ഉത്സാഹവും ആയിരിക്കും ഉണ്ടാകുക. നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നമ്മളിതൊക്കെയും അനുഭവിച്ചിട്ടുണ്ടാവും. ശാരീരികമായ സമ്പർക്കം കൊണ്ടും സ്നേഹപ്രകടനം നടത്തുന്നത് ആശ്വാസ്യമല്ലെന്നോ അനാശാസ്യമാണെന്നോ തെറ്റാണെന്നോ കൂടിയോ ഉള്ള വിചാരം ചിലർക്കുണ്ടായിരിക്കും. വാക്കുകൊണ്ടോ എഴുത്തുകൊണ്ടോ അല്ലാതെ സ്പർശനം കൊണ്ടുള്ള സ്നേഹപ്രകടനം തങ്ങളുടെ അന്തസ്സിനെ പറ്റിയതല്ല എന്നുകൂടി കരുതുന്നവരുണ്ട്. ഉദ്ദേശ്യശുദ്ധിയോടും ഉചിതമായുള്ള സ്പർശനം തികച്ചും ആശ്വാസ്യകരമാണ് എന്നുള്ളത് നമുക്കേവർക്കും അറിയാം. യേശുക്രിസ്തു രോഗികളെ എപ്രകാരം സമീപിച്ചു എന്ന്
സുവിശേഷങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ആശ്വാസവാക്കുകൾ പറയുക മാത്രമല്ല, അവരെ സ്പർശിച്ച് സുഖപ്പെടുത്തിയെന്ന് കാണാം. ഒരു വാക്ക് കൽപ്പിച്ചാലും രോഗം മാറിപ്പോകുമായിരുന്നു. എങ്കിലും അവരെ സ്പർശിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആശ്വാസവും ആത്മസംതൃപ്തിയും അവാജ്യമായിരുന്നു. അതുപോലെ മറ്റനേകം രോഗികളെയും അദ്ദേഹം തൊട്ട് സൗഖ്യമാക്കിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അത് അവിടുത്തെ സ്നേഹവാത്സല്യങ്ങൾ പ്രകടമാക്കാനായിരുന്നു എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ബാബിലോൺ, ഈജിപ്റ്റ്, ഗ്രീസ് എന്നീ രാജ്യങ്ങളിൽ ദേഹത്തിൽ വേദനയുള്ള ഭാഗത്ത് രോഗി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും തൊട്ടാൽ ആശ്വാസം നൽകുമെന്ന വിശ്വാസം പരക്കെ ഉണ്ടായിരുന്നു. രോഗശാന്തി ഉണ്ടാകുന്നതിന് രോഗിയുടെ മനസ്ഥിതി സഹായകമായി തീരുമെന്ന് ഡോക്ടർ അഭിപ്രായപ്പെടുന്നു. പ്രിയപ്പെട്ടവർ സ്പർശിക്കുമ്പോൾ അത് രോഗിക്ക് സുഖകരമായി തോന്നുന്നു. ആ തോന്നൽ രോഗശാന്തി ത്വരിതപ്പെടുത്തുന്നു എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ബൈബിളിലേക്ക് നോക്കുമ്പോൾ കർത്താവ് അനേകം രോഗികളെ സൗഖ്യമാക്കി. ഒന്ന്, ഊനിയായ സ്ത്രീയെ മാടി വിളിച്ച് തൊട്ട് സൗഖ്യമാക്കിയതായി നാം വേദപുസ്തകത്തിൽ കാണുന്നു. കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി, കുരുടനെ കണ്ണ് തൊട്ട് സൗഖ്യമാക്കി. അതുപോലെ തന്നെ പല രോഗികളെയും ചെന്ന് കൈകൊണ്ട് സ്പർശിച്ച് സൗഖ്യമാക്കിയതായി നമുക്ക് അറിയാം. രക്തസ്രാവക്കാരി വന്ന് കർത്താവിൻ്റെ ആ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യമായി. അവൻ്റെ ശരീരത്തിൽ നിന്നും ശക്തി പകർന്നതായി അവന് മനസ്സിലായപ്പോൾ അവൻ ആരാണ് എന്നെ തൊട്ടതെന്ന് ചോദിക്കുമ്പോൾ അവൾ പേടിക്കുന്നുണ്ട്. എന്നാൽ ആ യേശുവിൻ്റെ ആശ്വാസകരമായ വാക്കുകളിലൂടെ അവൾക്ക് സമാധാനം ലഭിക്കുന്നു. നമ്മൾ സ്പർശനത്തിലൂടെയും ആശ്വാസകരമായ സംസാരത്തിലൂടെയും നമ്മൾ നല്ല കൂട്ടുകാരെ ഉണ്ടാക്കിയെടുക്കുക എന്ന് മാത്രമല്ല, രോഗികൾക്ക് ഒരു ആശ്വാസം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സ്പർശനത്തിൻ്റെ ആ സന്ദേശമാണ് നാം ഓരോരുത്തർക്കും കൊടുക്കുന്നത്. അത് നാം കൃത്യമായി മനസ്സിലാക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് ആശ്വാസം ലഭിക്കുകയും ചെയ്യുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.